എന്തോന്ന് പറയട്ടെ ഇനി നിങ്ങളുടെ അടുത്ത് ഇപ്പൊ തൽക്കാലത്തേക്കിന് എക്സാൻഡിസിന്റെ സെർവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ടെമ്പററി സെർവർ. അവിടെ നിങ്ങൾക്ക് അസറ്റും മറ്റ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു വാക്ക് ബ്രാവോ പാലിച്ചു. കാരണം ഇത്രയും ദിവസം സെർവർ ഉടനെ തന്നെ ലോഞ്ച് ആവുന്നല്ല, റെഡി ടു ലോഞ്ച് ആണ്. നമ്മുടെ ടൂർണമെന്റിന്റെ ടൈമിംഗ് കൊണ്ട് മാത്രമാണ് അവരത് കുറച്ച് ഡിലേ ആക്കി വെച്ചേക്കുന്നത്. പക്ഷെ സെർവർ അവർ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ മെനഞ്ഞാന്ന് അവർ പണിത് തീർത്ത്. മനസ്സിലായ? സത്യം പറഞ്ഞ അത് റിവീൽഡ് ആണോ റിവീൽഡ് അല്ലാതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ടൈമും ബാക്കിയുള്ള എല്ലാം കൂടെ ഒന്ന് ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതായിരിക്കുന്നത്. അപ്പം ഇപ്പം നമ്മളൊരു ടെമ്പററി സെർവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ RSL7 അല്ല വേടാ, RSL7 രജിസ്റ്റർ ചെയ്ത് RSL7 3 ടീം ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ 3 ടീം കളിക്കുന്നുണ്ട് അവരുടെ. അപ്പോൾ ഫുള്ളി 80 ടീമുണ്ട്. ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ടീമിനും ഇത് എൻജോയ് ചെയ്ത് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഇത് നടത്തണമെങ്കിൽ നമുക്ക് 7 ഡേയ്സ് ടൂർണമെന്റിന് മാത്രം പോകും. സോ 7 ദിവസം ടൂർണമെന്റിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊരു കിടിലം ടൂർണമെന്റ് ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. പക്ഷേ 7 ദിവസം നമുക്ക് ടൂർണമെന്റ്. എഡ്വിനെ താങ്ക് യു സോ മച്ച് ഫോർ ദ സബ് അഗെയിൻ. KV ഉണ്ട്. അപ്പം അത് എല്ലാവർക്കും ഓക്കെ ആവണം. എന്നാലേ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവർ സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഈ 7 ദിവസം ആയതുകൊണ്ട് 7 ദിവസം ഈ PvP കളിക്കാത്തവരെ ബുദ്ധിമുട്ടിപ്പിക്കാനും താല്പര്യമില്ല. അപ്പോൾ ഈ PvP കളിക്കാൻ അല്ലാതെ RP ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു ഡേ നമുക്ക് ഗ്യാപ്പ് എടുത്തിട്ട് സെർവർ ലോഞ്ച് അല്ലെങ്കിൽ സെർവർ എന്നുള്ളൊരു സൈഡ് ഓക്കെ ആക്കി വിടണം. അല്ലെങ്കിൽ PvP കളിക്കാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. അതാണ് വേറൊരു പ്രശ്നം. മനസ്സിലായ? ടീം കാണുന്നില്ല. ഇറങ്ങിപ്പോടാന്നോ? അയ്യോ ഇല്ല ബ്രോ, ഞാൻ ഇപ്പോൾ കയറി ഇരുന്നതേ ഉള്ളൂ. വയ്യ. ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് ബോഡിയൊക്കെ ആണെങ്കിൽ എണ്ണീക്കാനും ഇരിക്കാനൊന്നും വയ്യ. ഇപ്പോൾ വന്നതല്ല ഉള്ളൂ. കുറച്ചു നേരം കഴിയട്ടെ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണ്ണീറ്റ് പോകും. ടീം ലിസ്റ്റ് പബ്ലിക് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോടാ ടീം ലിസ്റ്റ്. നിങ്ങൾ ടീം ലിസ്റ്റ് കണ്ടില്ല? ഞാൻ എന്നാ മറ്റേ ഡിസ്കോഡിൽ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. ഡിസ്കോഡിൽ എടാ പബ്ലിക് ഗ്രൂപ്പിൽ കുറേ പേര് ടീം ലിസ്റ്റ് ഇട്ടിട്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് ഏതെങ്കിലും പബ്ലിക് ഗ്രൂപ്പിൽ ഒന്ന് മെൻഷൻ ചെയ്തടാ ടീം ലിസ്റ്റ്. ഞാൻ ഇവരെ ഒന്ന് ടീം ലിസ്റ്റ് ഒന്ന് പറഞ്ഞോട്ട് കൊടുത്തോട്ടെ. ഏതൊക്കെയോ പബ്ലിക് ഗ്രൂപ്പിൽ വന്നായിരുന്നു ടീം ലിസ്റ്റ്. PUBG PC ആണോ? അല്ലല്ല, GTA ടൂർണമെന്റ് ആണ് കേസ്. GTA ടൂർണമെന്റ്. എടാ നാളെ പ്രാക്ടീസ് മാച്ച് ഉണ്ടോന്ന്? പ്രാക്ടീസ് മാച്ച് ഒന്നുമില്ല. വന്നു. എടാ നീ ആടാ, നീ മുത്താണ് എടാ, ജോയലേ. അപ്പം നമ്മൾ ടൂർണമെന്റ് ഇട്ടതിന് ശേഷം ആദ്യത്തെ രജിസ്ട്രേഷൻ വന്നത് ലോസ് സെറ്റാസ് എന്ന് പറഞ്ഞ LZ എന്ന് പറഞ്ഞ ഗ്യാങ്. അവരാണ് ഫസ്റ്റ് രജിസ്ട്രേഷൻ കണ്ണും പൂട്ടി രജിസ്റ്റർ ചെയ്യണത്. മനസ്സിലായോ? കണ്ണും പൂട്ടി രജിസ്റ്റർ ചെയ്തേക്കുന്നത് അവരാ. പിന്നെ രണ്ടാമത്തത് അതിരടി യൂണിറ്റ്, മൂന്നാമത് MX3, നാലാമത് എലൈറ്റ് സ്ക്വാഡ്, അഞ്ചാമത് കാറ്റാടി, BVQ, എൽ ക്ലാസിക്കോ, കാസർഗോഡ്സ്, DRS, KVP, OG, നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ്, ആക്ട്, ചോട്ട മുംബൈ, സിൻഡിക്കേറ്റ്, കാലാപാനി, TGA, TUF, ടോക്കിയോ മറിയാനോ, തലൈവെട്ട് മതോലോകം, മാസ്, CID, നോക്ടിക് എക്സ്, എസ്പാന, ESP, അൺനോൺ, ബ്ലേസ് കാർട്ടൽസ്, R3X, ബ്ലഡ് ലൈന്, 6-7, 14K ട്രേഡ്, വൈക്കിങ്സ്, തക്കുടുവാവ അധോലോകം, TVAX, CSK, പിന്നെ സൽസമുക്ക് ബോയ്സ്, TBS, ZM, പറക്കും തളിക XTPA, പിന്നെ താമരാക്ഷം പിള്ള അധോലോകം TPA, IGZ, വാൽഹല്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു ടീമേ ഉള്ളതെന്ന് തോന്നുന്നു. ഗില്ലി ബ്രദേഴ്സ്, ഡെത്തെക്സ്, ഈസ്റ്റ് സൈഡ് ബല്ലാസ്, ലാ മസിയ, LM, മാഫിയ, RB7, ഷാഡോ കാട്ടൽ, 500 ബ്രദേഴ്സ്, കഴക്കൂട്ടം FC, KFC, കഴക്കൂട്ടം FC, ഇറ്റാലിയ, AS റോമ, പിന്നെ ഏതാ അല്ല എന്തായിരുന്നു എവിടെയായിരുന്നു? AS റോമ, ഉഷ്ണം മൂല. എന്തൊക്കെ ടീമാടാ! ഉഷ്ണം മൂല, UM, RZ7X അറബി, RZ7ന്റെ ഒരു ടീം അറബി, RZX അറബി, പിന്നെ മിയ, RMDX TPA, KVA, പിന്നെ ബ്ലാക്ക് സ്ക്വാഡ് എനിക്ക് തോന്നുന്നു KVയുടെ തന്നെയാണോ കേട്ടാ. പിന്നെ ശരവണ ഭവൻ ബോയ്സ്, എക്സ്ട്രീം തറവാട്, സോഡിയാക് Z30, ബോൺ മെർസിലസ്, 500 കുടുംബം, പിന്നെ റൈസസ് 7, RZ7ന്റെ മെയിൻ ലൈനപ്പ് അവരാന്ന് തോന്നുന്നു. പിന്നെ RZ7X DLX ഉണ്ട്.
അവരുടെ 3 ലൈനപ്പ്: റൂത്ത്ലെസ് അഗ്രഷൻ, ചെങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ്, CSK. അടുത്ത CSK ഉണ്ട്, 2 CSK ഉണ്ട്. ചെങ്ങനാശ്ശേരി സൂപ്പർ കിങ്സും ഉണ്ട്, ചന്ദ്രന്റെ CSK ഉണ്ട്. റൈഫിൾ ക്ലബ്ബ്, പിന്നെ 4TG, അത് എനിക്ക് തോന്നുന്നു TGയുടെ വേറൊരു ലൈനപ്പ്. കയ്യുവാൻ, അഗാർത്ത, സിൻഡിക്കേറ്റ്, വടക്കം വീട്ടിൽ, VN വടക്കൻ വീട്ടിൽ. ഓ, VNVയുടെ ഫുൾ ഫോം വടക്കം വീട്ടിൽ നിന്നാണോ? അത് ഞാൻ ഇപ്പോഴും അറിയണത്. RDR, കാട്ടാക്കട ബോയ്സ്, ഡീവിൽ, DW, സ്റ്റോം റൈഡേഴ്സ്, ഫെയ്ത്ത്, JDA, സെനിൻ, DNA. ടോട്ടൽ ടീംസ് 80. ഇറ്റാലിയ ഇസിക്കൽ ടു T47. T47 ആണോ ഇറ്റാലിയ? എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, ഞാൻ പ്ലെയർ ലിസ്റ്റ് നോക്കിയിട്ടില്ല. ഞാൻ പ്ലെയർ ലിസ്റ്റും ഇതൊന്നും നോക്കിയില്ല. ഇത്രയും ടീംസാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ട്. അതെല്ലാം ഞാൻ വരുന്ന ദിവസം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊരു നല്ലൊരു ടൂർണമെന്റ് ആയിട്ട് നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത്രയും ടീംസ് നമ്മൾ സ്ക്രിപ്റ്റ് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് രാത്രിയിലത്തേക്ക് എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം ഇതാക്കി നോക്കും. എല്ലാം ഓക്കെയാണ് കറൻ്റ്ലി. TVയുടെ ലൈനപ്പ്, ഇവിടെ TVക്ക് 3 ലൈനപ്പ്: തക്കടുവാവ അധോലോകം, തലൈവെട്ടു അധോലോകം, ഇത് VC വാണാണോ? ഇവിടെ വരുന്നതാ. ഒരു മിനിറ്റ്. തക്കടുവാവ അധോലോകം, തലൈവെട്ടും അധോലോകം, പിന്നെ TVA X CSK. ഇവർ 3 പേരുമാണ്. ഇത് 3 ലൈനപ്പാണ് നമുക്ക് TVക്ക് വേണ്ടിയിട്ട് കളിക്കുന്നത്. സോ ഒരു ടൂർണമെന്റ്, നല്ലൊരു രീതിയിൽ ഒരു ടൂർണമെന്റ് കൊണ്ടുപോകുക എന്നുള്ളൊരു സാധനമാണ്. 18+ ആണ്. ഇവിടെ 18+ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേ ഗ്യാങ്സിൽ 18 വയസ്സിൽ താഴെയുള്ള സെർവർ റൂൾ പ്രകാരം കളിക്കാൻ പറ്റാത്ത കുറച്ച് പേര് വെളിയിലിരിപ്പുണ്ട്. സോ അവർക്ക് PVPയിൽ ഒരു സിംഗിൾ ചാൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. 16+ ആണ് കറൻ്റ്ലി ഇപ്പം ഉള്ളത് നമ്മുടെ ടൂർണമെന്റ്. അപ്പം അത് കൺസെൻറ്റോടുകൂടി കളിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൺസെൻ്റ് ഉള്ളവരെ കളിപ്പിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാക്കുന്നുണ്ട്. സോ അത് വള്ളി ടീമില്ല, വള്ളി ടീമുണ്ട്. വള്ളി ടീമാണ് തക്കുടുവാവ അധോലോകത്തിലാണ് വള്ളി ടീംസ് എല്ലാം ഉള്ളത്. പെർ ടീം എത്ര പേര്? 10 പേരും 2 സബ്ബും ആണ് കറൻ്റ്ലി നമുക്ക് ഉള്ള ടൂർണമെന്റിലുള്ള ടീം എന്ന് പറയണത്. അതിൽ 2 പേര് മാറ്റി കളിപ്പിക്കാം എന്നുള്ള രീതിയിലാണ്. ട്രെയിലർ റിയാക്ഷൻ ബ്രോ, എനിക്ക് ഇവിടെ റിയാക്ട് ചെയ്യാനും ഒന്നും, എൻ്റെ ഈ സിമുലേറ്റർ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്ന PC മാത്രമേ ഉള്ളൂ. എൻ്റെ മറ്റേ PC 2 ദിവസത്തിനകത്തേ ശരിയാകത്തുള്ളൂ. ഇവിടെ ഇരുന്ന ബാക്കപ്പ് PC അവർ എടുത്തുകൊണ്ടും പോയി. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ് ആ PC സെറ്റ് ചെയ്തിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് പ്ലാനിൽ എറണാകുളത്ത് സെറ്റ് ചെയ്തതാണ്. സോ എറണാകുളത്ത് ഇരിക്കുന്ന PC എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ താർ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പിന്നെ ഇന്ന് ഒടുക്കത്തെ മഴയെല്ലാം ട്രെയിനിൽ വരായിരുന്നതാണ് കേസ്. സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് ബോധമില്ലാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ അതും പോയി. ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ട്രെയിൻ അങ്ങ് പോയി. ട്രെയിനിൻ്റെ പുറകെ ഓടിയിട്ട് കിട്ടത്തില്ലെന്നുള്ള കാര്യം മനസ്സിലായപ്പം വണ്ടി എടുത്തിറങ്ങിയപ്പം ഫോണിൽ മെസ്സേജ് വരുന്നു, നിങ്ങളുടെ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റാണ് എന്ന്. പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ പോരുന്നു വണ്ടിയിൽ. വിനീത് എന്നെ കൊണ്ടുവിട്ടു. VC വരുന്നത് ചേട്ടാ, VC വരുന്നത്. ഓ, ഇത് സമ്മതിക്കൂല. ചെവി വെച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലേ അണ്ണം വരുമെന്ന്. എന്തേട്ടാ എന്തോ പരിപാടി? ഞാൻ ഫോർസ് കളിക്കാൻ പോന്ന്. മാറ്റി വരുമോ? മാറ്റി വെക്കുമെന്നു എന്താ കേട്ടില്ല. മാറ്റി വെക്കുമെന്നല്ലടാ, വാച്ച് വരുമോ? വരും ഇപ്പൊ എല്ലാരും വരും പറഞ്ഞ്. സുഖാണോണ്ടാ? ഫുഡൊക്കെ കഴിച്ചോ? ഓ, കഴിച്ചു. പയ്യൻ സിനിമ അഭിനയിക്കാൻ പോവല്ലേ ഇവിടെ? ഇതെന്താ ക്യാമറ ഇങ്ങനെ വന്ന? ഒരു സെമി വില്ലൻ വേഷമാണ് ഈഗിൾ ഗെയിമിങ്ങിന് നമ്മൾ കൊടുക്കുന്ന വേഷം. തകർക്കും. ഷോർട്ട് ഫിലിം ഒന്നും അല്ല, ഫീച്ചർ ഫിലിം. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഇൻഫ്ലുവൻസേഴ്സ്, ക്രിയേറ്റേഴ്സും ഇതുപോലത്തെ ഗെയിമിംഗ് കാരണം സ്ട്രീമേഴ്സും ഒക്കെ ആരൊക്കെ സിനിമ വന്നിട്ടുണ്ടോ അവരെല്ലാം അതിൽ വാഴ 2-ൽ അവരൊക്കെ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഒന്ന് എല്ലാരെയും ഏറി കേട്ടിട്ടുണ്ട്. അയ്യോ, അങ്ങനല്ല ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞെ, എന്റെ അമ്മ സത്യം ഇന്നും കൂടെ എനിക്ക് ഒരെണ്ണം വന്നു ചേട്ടാ. എനിക്ക് പേടിയാ. ഒന്നാമത്തെ കാര്യം, എനിക്ക് അഭിനയിക്കാനേ അറിഞ്ഞൂടാ. അതിനൊരു കഴിവ് വേണം. ആ കഴിവ് എനിക്കില്ല. ആ കഴിവ് എന്തായാലും എനിക്കില്ല ചേട്ടാ, എനിക്കത് ഉറപ്പാ. അത് നമ്മൾ വെറുതെ അവിടെ പോയിട്ട് ഉള്ളത് ഇത് കളയണോ ചേട്ടാ? ഏറി കയറ്റുവന്മാര്, മനസ്സിലായേ? എല്ലാരും മറ്റേ അശ്വന്ത് ഗോക്കൊക്കെ വന്നിട്ട് മറ്റേ A ക്ലാസ് വിളിക്കും പുള്ളിയൊക്കെ. എനിക്കറിയാം. ഇത് പോയോ VC? ഹലോ
ഹലോ ഗൈസ് ലൈവ് കട്ടായോ?